കിരണേട്ടാ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എനിക്ക് ഡേറ്റ് ആയിട്ടും പീരീഡ്സ് ആയില്ലായിരുന്നു. ഞാനിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ചെക്ക് ചെയ്തു. റിസൾട്ട് പോസിറ്റീവാണ്. നമുക്കൊരു കുഞ്ഞ് പിറക്കാൻ പോണു. വല്ലാത്ത ആഹ്ലാദവും സന്തോഷവും സങ്കടവും എല്ലാം ഇടകലർന്നിരുന്നു ദേവികയുടെ ശബ്ദത്തിൽ. അവളുടെ വാക്കുകൾ കേൾക്കെ ഏകദേശം അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു കിരണും. സത്യമാണോ? ദൈവം കാത്തു. ദേവി, നാളെ തന്നെ നീ ഒരു ഡോക്ടറിനെ കാണണം. കണ്ടിത് കൺഫേം ആക്കണം. നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ജിഷ മേഡത്തിനെ തന്നെ പോയി കാണ്. അവൻ്റെ വാക്കുകളിൽ ആഹ്ലാദം അലയടിച്ചിരുന്നു. കാരണം പ്രവാസിയായ കിരൺ ദേവികയെ വിവാഹം കഴിച്ചിട്ട് വർഷം 6 ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമുണ്ടാകാതെ വന്നപ്പോൾ പലയിടത്തു നിന്നുമായി ഉയർന്ന കുത്തുവാക്കുകൾ അത്രത്തോളം അസ്വസ്ഥനാക്കിയിരുന്നു അവനെ. അതെങ്ങനാ കൊച്ചുണ്ടാവുക? പെണ്ണ് കെട്ടിയിട്ട് അവൻ അങ്ങ് ഗൾഫിലും പെൺകൊച്ചിവിടെ നാട്ടിലും. ഇതിനൊക്കെ ഇച്ചിരി സാവകാശമൊക്കെ വേണം. അവൻ ഇവിടെ കൊച്ചിൻ്റെ കൂടെ നിന്ന് ഇച്ചിരി തഞ്ചത്തിലൊക്കെ കാര്യം സാധിക്കേണ്ടതല്ലേ? അല്ലേൽ അവളെ കൂടി അങ്ങ് കൊണ്ടുപോകാൻ പറയും. മൂത്ത അമ്മാവൻ്റെ അഭിപ്രായം ഇതായിരുന്നുവെങ്കിൽ അടുത്ത ലീവിന് ഏതേലും ഡോക്ടറിനെ കാണിക്കണം എന്നാണ് ഇളയ അമ്മാവൻ അഭിപ്രായപ്പെട്ടത്. നാട്ടുകാരുടെ വക അഭിപ്രായങ്ങൾ വേറെയും. മോനെ, ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശം വേണം. നിന്നിലൂടെ നമ്മുടെ തലമുറ അവസാനിക്കരുത്. അമ്മയ്ക്ക് അതേ പറയാനുള്ളൂ. അതിനുവേണ്ടി ഇനി വേറെ കെട്ടണമെങ്കിൽ അതും ആയിക്കോ. അവനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അമ്മ ശാരദ പറഞ്ഞ ഈ വാക്കുകളായിരുന്നു. അച്ഛനും അമ്മയുമില്ലാതെ അമ്മൂമ്മയ്ക്കൊപ്പം വളർന്ന ദേവികയെ താൻ പ്രണയിച്ച് സ്വന്തമാക്കിയത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും ബന്ധുക്കളൊന്നുമില്ലാത്ത ആ കൊച്ചിനെ കെട്ടണോ? നമുക്ക് വേറെ നോക്കിക്കൂടെ മോനെ? കല്യാണം ഉറപ്പിച്ചതു മുതൽ തലേന്ന് വരെ ശാരദ ഇതും പറഞ്ഞ് കിരണിൻ്റെ പിന്നാലെ നടന്നതാണ്. പക്ഷേ ഫലമുണ്ടായില്ല. ഒടുവിൽ കെട്ടിക്കയറി ചെന്നപ്പോൾ വേറെ ഗത്യന്തരമില്ലാതെ മരുമകളായി സ്വീകരിച്ചു. എങ്കിലും ഇഷ്ടക്കേടുകൾ തുടർന്നു. അതിനുശേഷം ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയാതായപ്പോൾ വീണ്ടും കുത്തുവാക്കുകളുമായി എത്തിയതാണവർ. അങ്ങനെയാണ് ഇത്തവണ 6 മാസത്തെ നീണ്ട ലീവെടുത്ത് കിരൺ വന്നതും രണ്ടാളും ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ചതും. ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ടെസ്റ്റ് ചെയ്തതിൽ കിരണിന് പ്രോബ്ലംസ് ഒന്നുമില്ല. ദേവികയ്ക്ക് PCOD ഉണ്ട്. ബട്ട് അതിൽ ടെൻഷനാവേണ്ട കാര്യമില്ല. നമുക്ക് മെഡിസിൻ കഴിച്ച് അതൊക്കെ ഓക്കെ ആക്കാം. ഡോക്ടറുടെ വാക്കുകൾ കേൾക്കെ ചെറിയ ആശ്വാസം തോന്നിയെങ്കിലും തിരികെ പോകാറായിട്ടും ഫലം കാണാതെ വന്നപ്പോൾ വലിയ നിരാശയോടെയാണ് കിരൺ ഫ്ലൈറ്റിൽ കയറിയത്. പക്ഷേ അവൻ നാട്ടിൽ നിന്ന് പോയി 2 ആഴ്ച ആകുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ഈ ശുഭവാർത്തയും എത്തി. ദേവി, നീ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞോ? കേൾക്കുമ്പോൾ വലിയ സന്തോഷമാകും അമ്മയ്ക്ക്. പറഞ്ഞില്ല ഏട്ടാ. ഇതറിഞ്ഞ പാടെ നേരെ ഏട്ടനെ വിളിക്കുക ചെയ്തേ. ഇനി വേണം അമ്മയോട് പറയാൻ. ദേവികയുടെ വാക്കുകളിൽ നിറഞ്ഞ സന്തോഷം തൊട്ടറിഞ്ഞു കിരൺ. വേഗം പോയി അമ്മയോട് പറയും. കേൾക്കുമ്പോൾ വലിയ സന്തോഷമാകും. കോൾ കട്ടാകുമ്പോൾ ആനന്ദത്താൽ തൻ്റെ മിഴികളിൽ നീർ പൊടിഞ്ഞത് അറിഞ്ഞിരുന്നു അവൻ. ഈ സമയം അവളുടെ കൂടെ നിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ. ഈ ഒരു വിഷമം മാത്രമാണ് അവനെ അലട്ടിയത്. പിന്നെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. പ്രഗ്നൻസി കാലയളവിലുള്ള ഛർദിയും ക്ഷീണവുമെല്ലാം ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നും കിരണിനെ അറിയിച്ചില്ല ദേവിക. മാത്രമല്ല, ഈ സന്തോഷവാർത്ത അറിഞ്ഞതിൽ പിന്നെ ശാരദയിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ഏട്ടാ, കുഞ്ഞു പിറക്കാൻ പോണു എന്നറിഞ്ഞതോടെ അമ്മയാകെ മാറി. എന്നോടിപ്പോൾ വലിയ സ്നേഹമാ. ഫോണിലൂടെയുള്ള ദേവികയുടെ ആ വാക്കുകൾ കിരണിനെയും ഏറെ സന്തോഷിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് അവളുമായി സംസാരിക്കുന്ന ഓരോ ദിവസവും സന്തോഷ വാർത്തകൾ മാത്രമായിരുന്നു അവൻ കേട്ടിരുന്നത്. മോനെ, നിന്റെ കൂട്ടുകാരാരേലും നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇച്ചിരി കുങ്കുമപ്പൂവ് വാങ്ങി കൊടുത്തു വിടണേ. അവിടെ ആകുമ്പോൾ നല്ല സാധനം കിട്ടുന്ന കേൾക്കുന്നേ. കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ ശാരദയും ഏറെ ശ്രദ്ധാലുവായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും പെട്ടെന്ന് കടന്നുപോയി. കിരൺ ഒപ്പമില്ലാത്ത വിഷമം മാത്രമാണ് ആ സമയങ്ങളിൽ ദേവികയെ അലട്ടിയിരുന്നത്. ഞാൻ വരും പൊന്നെ. ഡെലിവറി ഡേറ്റിന് 1 ആഴ്ച മുന്നേ ഞാൻ എത്തും. 10 ദിവസത്തെ ലീവ് തരാമെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നാട്ടിലെത്തിയാൽ എങ്ങനെയും പറഞ്ഞ് 20 ദിവസം ആക്കാം. കിരണിൻ്റെ ആശ്വാസവാക്കുകൾ ഒരു പരിധിവരെ ദേവികയ്ക്ക് തുണയായി. ഡോക്ടറെ കാണാൻ പോകുന്നതൊക്കെ പലപ്പോഴും അവൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. മോളെ, ഞാൻ കൂടി വരാം. ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ നിൽക്കേണ്ട. വേണ്ടമ്മേ, അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുമല്ലേ. ഞാൻ പൊയ്ക്കോളാം. ഇപ്പോഴൊക്കെ വെറും ചെക്കപ്പ് മാത്രമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡെലിവറി ടൈമിൽ അമ്മയാണ് ഫുൾ ടൈം എനിക്കൊപ്പം നിൽക്കേണ്ടത്. പലപ്പോഴും കൂടെ ചെല്ലുവാൻ ശാരദ സന്നദ്ധത കാട്ടിയെങ്കിലും സ്നേഹപൂർവ്വം നിരസിച്ചു ദേവിക. കിരണിൻ്റെ ആത്മമിത്രം ആനന്ദും അവൻ്റെ കാറും വെളിപ്പാടകലെ തന്നെ ഉണ്ടായിരുന്നതിനാൽ ഹോസ്പിറ്റലിൽ പോക്കൊക്കെ ബുദ്ധിമുട്ടില്ലാതെ നടന്നു. ഡോക്ടറിനെ കാണാൻ തോന്നിയത് വലിയ ഭാഗ്യമായി അല്ലേ കിരണേട്ടാ? അതുകൊണ്ടല്ലേ ഇത്ര വേഗത്തിൽ നമുക്കൊരു കുഞ്ഞിക്കാലി കാണാൻ ഭാഗ്യമുണ്ടായത്? ഓ പിന്നെ, അത് ഡോക്ടറുടെ മാത്രം എടുക്കൊന്നുമല്ല. ക്രെഡിറ്റ് മുഴുവൻ കിങ് ഫിഷറിനുള്ളതാ. കിരണിൻ്റെ ആ മറുപടി കേട്ട ദേവികയ്ക്ക് ഒന്നും മനസ്സിലായില്ല.
കിങ് ഫിഷറോ? അതെന്താ സാധനം? അതോടെ പതിയെ വിശദീകരിച്ചു അവൻ. ഡി പൊട്ടി, ഡോക്ടർ തന്ന മരുന്നും കഴിച്ച് പറഞ്ഞ ഡേറ്റുകളിലൊക്കെ കൃത്യമായി നമ്മൾ ബന്ധപ്പെട്ടിട്ട് എന്തേലും ഫലം ഉണ്ടായോ? അന്ന് ഉച്ചയ്ക്ക് 2 സ്ട്രോങ് ബിയർ അകത്താക്കിയതിൻ്റെ ആവേശത്തിൽ ഞാനൊന്ന് ബാലൻ കെ നായരായപ്പോൾ കാര്യം നടന്നു. അപ്പോൾ ക്രെഡിറ്റ് ആർക്കാ? ആ വിശദീകരണം കേട്ട് പൊട്ടിച്ചിരിച്ചു പോയി ദേവിക. ഈ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. പിന്നെ ഡെലിവറി ഡേറ്റ് അടുക്കാറായി. മോൻ എന്നാ നാട്ടിലേക്ക്? ഞാൻ ഉടനെ എത്തും. ഇനിയും 10 ദിവസം ഉണ്ടല്ലോ. താനിപ്പോൾ കിടന്നുറങ്ങിക്കോ, സമയം കുറേയായി. കോൾ കട്ടാക്കി ഉറങ്ങാൻ കിടന്ന ദേവിക പിറ്റേന്ന് വെളുപ്പിനെ ചറപറ ഉള്ള കോളിംഗ് ബെൽ ശബ്ദം കേട്ടാണ് ഉണർന്നത്. മോനെ, നീ ഇങ്ങ് എത്തിയോ? ഡോർ തുറന്ന ശാരദയുടെ ശബ്ദം കേൾക്കെ പുറത്ത് കിരണാണോ എത്തിയത് എന്ന സംശയം അവളിൽ ഉദിച്ചു. ഏട്ടൻ പറയാണ്ടിങ്ങ് വന്നോ? ആ സംശയം സത്യമായിരുന്നു. വേഗത്തിൽ ചാടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും കിരൺ റൂമിലേക്ക് എത്തിയിരുന്നു. സർപ്രൈസ്! അന്താളിച്ചു നോക്കിയിരുന്ന ദേവികയുടെ അരികിലിരുന്ന് സന്തോഷത്തോടെ വാരിപ്പുണർന്നു കിരൺ. ഏട്ടാ, ഇത്ര വേഗം ഇങ്ങെത്തിയോ? ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നോട്. ആനന്ദത്താൽ മിഴിനീർ പൊടിച്ചു അവൾ. അതെങ്ങനാ മുത്ത്? സർപ്രൈസായി വരുമ്പോൾ പറഞ്ഞിട്ട് വരാൻ പറ്റില്ലല്ലോ. സ്നേഹത്താൽ അവളുടെ നെറുകയിൽ ഒരു മുത്തം നൽകി കിരൺ. ഇതെന്ത് കോലമാ ദേവി? ആകെ വിളറി വെളുത്ത് ഭംഗിയെല്ലാം പോയല്ലോ നിന്റെ. ദേവികയിൽ വല്ലാത്ത മാറ്റം അനുഭവപ്പെട്ടു അവന്. അതങ്ങനെയാ മോനെ, പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഏട്ടനെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഛർദ്ദിച്ച് മനുഷ്യൻ്റെ കുടലുമാല വരെ വെളിയിൽ വരുന്ന അവസ്ഥയായിരുന്നു. അവൾ അനുഭവിച്ച കഷ്ടതകൾ കേൾക്കെ വല്ലാത്ത വിഷമം തോന്നി കിരണിന്. സാരമില്ല ഏട്ടാ, എല്ലാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ. ഈ വീടിന് ഒരു അനന്തരാവകാശം ഇല്ലാതെ പോകരുത്. അതിനുവേണ്ടി ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല. ദേവികയുടെ വാക്കുകൾ കിരണിൻ്റെ മിഴികളിൽ നേർപ്പൊടിച്ചു. അവളെ വീണ്ടും വാരിപ്പുണർന്നു അവൻ. അങ്ങനെ സന്തോഷത്തിൻ്റെ നാളുകൾ പിന്നെയും നീങ്ങി. ഏട്ടാ, ദേ നോക്കിയേ, കുഞ്ഞ് ചവിട്ടുന്നത് കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ദേവികയുടെ വയറ്റിലെ ചലനങ്ങൾ അവരെ കൂടുതൽ സന്തോഷിപ്പിച്ചു. അച്ഛൻ്റെ ശബ്ദം കേട്ടാൽ കുഞ്ഞ് തിരിച്ചറിയുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശാരദ പുഞ്ചിരിയോടെ പറയുമ്പോൾ കിരൺ ദേവികയുടെ വയറിൽ ഒരു മുത്തം നൽകി. ഒടുവിൽ ഡെലിവറി ഡേറ്റ് വന്നെത്തി. തലേന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ദേവിക. ഹോസ്പിറ്റലിൽ എത്തിയത് മുതൽ എപ്പോഴും കിരൺ ഒപ്പം വേണമെന്നൊരു വാശി കാട്ടിയിരുന്നു അവൾ. സ്നേഹം കൊണ്ടല്ലേ മോനെ? ഈ അവസരത്തിൽ അവൾക്ക് ഏറ്റവും ആശ്വാസം നിന്റെ സാമീപ്യം തന്നെയാണ്. നീ വേറെങ്ങും പോകാതെ അവൾക്കൊപ്പം തന്നെ ഇരിക്കെ 2 ദിവസം. ശാരദയുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചു കിരൺ. ദേവികയുടെ ഹസ്ബൻഡിനെ ഡോക്ടർ വിളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഡെലിവറി ഡേറ്റിൻ്റെ അന്ന് രാവിലെ നേഴ്സ് വന്ന് പറയുമ്പോൾ സംശയത്തോടെ എഴുന്നേറ്റു കിരൺ. ദേവികയുടെ മുഖത്തെ ചെറിയ നടുക്കവും പ്രകടമായി. എന്താ സിസ്റ്റർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഡോക്ടർ. സംശയത്തോടെ തന്നെ അവൻ നോക്കുമ്പോൾ മറുപടി നൽകാൻ നേഴ്സിനും കഴിഞ്ഞില്ല. അല്പം തിരക്കിലായിരുന്ന ഡോക്ടർ കിരൺ ക്യാബിനിലേക്ക് എത്തിയതോടെ അവ മാറ്റിവെച്ച് അവന് അഭിമുഖമായിരുന്നു. എന്താ ഡോക്ടർ, കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കിരണിൻ്റെ ചോദ്യം കേട്ട് സംശയത്തോടെ അവനെ നോക്കി ഡോക്ടർ. നിങ്ങൾക്കപ്പോൾ കാര്യങ്ങളൊന്നും അറിയില്ലേ? ദേവിക ഒന്നും പറഞ്ഞിരുന്നില്ലേ? ആ ചോദ്യം അവനെ കൂടുതൽ കുഴച്ചു. ഇല്ല. എന്താണ് ഡോക്ടർ, എന്താണ് പ്രശ്നം? ജിജ്ഞാസയിൽ തന്നെ നോക്കുന്ന കിരണിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു ഡോക്ടർ. മിസ്റ്റർ കിരൺ, നിങ്ങളോടെല്ലാം പറഞ്ഞു എന്നാണ് ദേവിക എന്നോട് പറഞ്ഞിരുന്നത്. ഈ പ്രഗ്നൻസിയുടെ ആരംഭം തൊട്ട് ദേവികയ്ക്ക് ചെറിയ ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. ഒരുപക്ഷെ ഈ ഡെലിവറി തരണം ചെയ്യുവാനുള്ള ആരോഗ്യം അവളുടെ ശരീരത്തിനില്ല. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ അബോർഷനെപ്പറ്റി ഞാൻ അവളോട് സംസാരിച്ചിരുന്നു. പക്ഷേ ദേവിക തയ്യാറായില്ല. കുഞ്ഞിനെ വേണം എന്ന് തന്നെ ഉറച്ചു നിന്നു അവൾ. നിങ്ങളോട് സംസാരിച്ചിരുന്നു എന്നും നിങ്ങൾക്കും അതേ അഭിപ്രായമാണ് എന്നുമാണ് ദേവിക എന്നോട് പറഞ്ഞത്. ഡോക്ടറുടെ ഓരോ വാക്കുകളും നടുക്കമായിരുന്നു കിരണിൽ ഉളവാക്കിയത്. ഡോക്ടർ, എന്നോട് അവളൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഈ ഡെലിവറി കഴിഞ്ഞാൽ ദേവികയുടെയോ കുഞ്ഞിൻ്റെയോ ജീവന് എന്തെങ്കിലും ആപത്തുണ്ടോ? അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അല്പസമയം മൗനമായി ഡോക്ടർ. കുഞ്ഞ് ഓക്കെയാണ് കിരൺ, പക്ഷേ ദേവിക, ആപത്തൊന്നും ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് കേട്ട് വല്ലാതെ തകർന്നു പോയി കിരൺ. സ്വന്തം ജീവൻ ആപത്തിൽപ്പെടുത്തിയാണോ ദേവികയെ നീ? അവൻ്റെ ഉള്ളം പിടഞ്ഞു. ഡോക്ടർ, ആ ദേവികയ്ക്ക് പെയിൻ വന്നു. നേഴ്സ് ഓടിയെത്തുമ്പോൾ ചാടി എഴുന്നേറ്റു ഡോക്ടർ. ഓക്കെ, ക്വിക്ക്, അവരെ ലേബർ റൂമിലേക്ക് മാറ്റൂ. കിരണിൻ്റെ ചുമലിലൊന്ന് തട്ടി വേഗത്തിൽ പുറത്തേക്ക് പോയി ഡോക്ടർ. ഒരു പ്രതിമ കണക്കെ പിന്നാലെ അവനും. ലേബർ റൂമിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് വേദനയാൽ പിടഞ്ഞുകൊണ്ട് കിരണിനെ അരികിലേക്ക് വിളിച്ചു ദേവിക. ഏട്ടാ, ഡോക്ടർ പറഞ്ഞുവല്ലേ എല്ലാം ഒന്നും ഉണ്ടാകില്ല, ഭഗവാൻ കാക്കും. അവളുടെ വാടിത്തളർന്ന മുഖത്ത് ഒരു മുത്തം നൽകി കിരൺ. ഒരു വാക്ക് പറഞ്ഞിരുന്നിൽ ഞാനിതിന് സമ്മതിക്കില്ലായിരുന്നു ദേവി. കുഞ്ഞ് എനിക്കേറെ വലുതാണ്.
പക്ഷേ അതിനേക്കാൾ വലുതാണ് നീ. മറുപടി പറഞ്ഞില്ല അവൾ. പതിയെ ലേബർ റൂമിൻ്റെ മുന്നിലെ വാതിലടഞ്ഞു. കാര്യങ്ങൾ അറിഞ്ഞ ശാരദയ്ക്കും വലിയ നടുക്കമായിരുന്നു. എൻ്റെ ഭഗവാനെ, എന്താ ഈ കുട്ടി കാട്ടിയേ? ഒരു കുഞ്ഞിക്കാല് കാണാത്തതിൽ ഞാനും പലപ്പോഴും അവളെ കുറ്റപ്പെടുത്തി. പക്ഷേ സ്വന്തം ജീവിതം അപകടപ്പെടുത്തിയാണോ? ഇതിനാണോ ഒരു വട്ടം പോലും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നത് നീ? വേദനയോടെ പുറത്തെ ബെഞ്ചിലേക്കിരുന്നു അവർ. അല്പസമയം കഴിയവേ ഒരു പേപ്പറുമായി നേഴ്സ് പുറത്തേക്ക് വന്നു. കിരൺ, ഇതിലൊന്ന് സൈൻ ചെയ്യണം. അവരുടെ വാക്കുകൾ കേട്ട് സംശയത്തോടെ പരസ്പരം മുഖാമുഖം നോക്കി കിരണും ശാരദയും. പേടിക്കണ്ട, അല്പം റിസ്ക് കൂടുതലല്ലേ, സോ ഹോസ്പിറ്റൽ ഫോർമാലിറ്റിയാണ്. അവരുടെ മുഖഭാവം കണ്ട് ആ നേഴ്സ് വിശദീകരിച്ചു. അവൾ പറഞ്ഞ ഭാഗത്ത് സൈൻ ചെയ്യുമ്പോൾ കിരണിൻ്റെ മിഴികൾ തുളുമ്പുകയായിരുന്നു. മണിക്കൂറുകൾ പിന്നെയും ഇഴഞ്ഞു നീങ്ങി. പെട്ടെന്ന് ലേബർ റൂം വാതിൽ തുറക്കപ്പെട്ടു. ദേവികയ്ക്ക് പെൺകുഞ്ഞാണ് കേട്ടോ. നേഴ്സിൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷത്താൽ ചാടി എഴുന്നേറ്റു കിരണും ശാരദയും. ഭഗവാൻ കാത്തു. തൊഴുകൈയോടെ ശാരദ നിൽക്കുമ്പോൾ കിരണിൻ്റെ ഉള്ളിൽ മറ്റൊരു ആന്തലുണ്ടായി. അതെ, ദേവിക അവൾക്കെങ്ങനെയുണ്ട്? ആ ചോദ്യം കേൾക്കുന്നതിന് മുന്നേ തന്നെ വാതിൽ അടഞ്ഞിരുന്നു. അതോടെ വെപ്രാളമായി കിരണിന്. അതെ, ഒന്ന് തുറക്കണേ. ദേവികയ്ക്ക് എങ്ങനെയുണ്ട്? അവൾ ഓക്കെയാണോ? ഒന്ന് പറയണേ. വെപ്രാളത്തിൽ വാതിലിൽ ചറപറ അടിച്ചു അവൻ. മോനെ, നീ ബഹളം വയ്ക്കാതെ. എന്ത് തന്നെയായാലും അവർ വന്ന് പറയും. ഒന്ന് ക്ഷമിക്കടാ. ശാരദ തടുത്തെങ്കിലും കിരൺ ശാന്തനായില്ല. ദേവികയുടെ വിവരമറിയാതെ അവൻ ശാന്തനാകില്ലായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രഭാതം. അച്ഛാ, ഇങ്ങോട്ട് വന്നേ, ദേ മോൾ സ്കൂളിൽ പോവുക. ശാരദയുടെ കയ്യും പിടിച്ചുകൊണ്ട് ജനനിമോൾ മുറ്റത്തേക്കിറങ്ങി. ആ, ഇറങ്ങിയോ ചക്കര? സുന്ദരിയായിട്ടുണ്ടല്ലോ അച്ഛൻ്റെ മോള്. പറമ്പിലെ ഒരു ഭാഗത്തായുള്ള കുഴിമാടത്തിൽ പടർന്നു കിടന്ന പുല്ലുകളും മറ്റു ചവറുകളും വൃത്തിയാക്കി നിന്ന കിരൺ പതിയെ മുറ്റത്തേക്ക് കയറി. അമ്മയോട് യാത്ര പറഞ്ഞോ ചക്കര? 1ാം ക്ലാസ്സിൽ ആദ്യമായി പോകുമല്ലേ? പോയി യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങിക്കേ. അതൊക്കെ എപ്പോഴേ പറഞ്ഞു. അച്ചമ്മ എന്നെ ഒരുക്കിയ ശേഷം മോൾ ആദ്യം പോയത് അമ്മയുടെ അടുത്തല്ലേ? അമ്മയോട് അനുഗ്രഹവും വാങ്ങി. അവളുടെ മറുപടി കേട്ട് പുഞ്ചിരിയോടെ ആ കുഞ്ഞു കവിളിൽ ഒരു മുത്തം നൽകി കിരൺ. അപ്പോൾ ചക്കരയ്ക്കെല്ലാം അറിയാം അല്ലേ? മോള് ഹാപ്പിയായി പോയിട്ട് വാ. കിരണേ, അടുപ്പിൽ ചോറ് വേകുന്നുണ്ട്, നീ ഒന്ന് നോക്കിക്കോണേ. ഞാൻ മോളെ ബസ് കയറ്റി വിട്ടിട്ട് വരാം. ശാരദ മോളുമായി ഗേറ്റിനരികിലേക്ക് പോകുമ്പോൾ പതിയെ വീടിനുള്ളിലേക്ക് കയറി അവൻ. ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശാരദയ്ക്കൊപ്പം കളിച്ചു ചിരിച്ചു പോവുകയായിരുന്നു ജനനി മോള്. എത്ര പെട്ടെന്ന് ആ കാലങ്ങൾ കഴിഞ്ഞു പോണേ. മോളിപ്പോൾ 1ാം ക്ലാസ്സിലായി. 5 വർഷങ്ങൾക്ക് മുൻപുള്ള ആ നടുക്കുന്ന ദിവസം വീണ്ടും മനസ്സിലോർത്തു കിരൺ. ശേഷം ചെറുപുഞ്ചിരിയോടെ പതിയെ പതിയെ ബെഡ്റൂമിലേക്ക് ചെന്നു അവൻ. അവിടെ ബെഡിൽ കിടക്കുകയായിരുന്നു ദേവിക. അവൾക്കരികിലായി തങ്കക്കുടം പോലെ ഒരു കുഞ്ഞും. 10 ദിവസത്തോളം മാത്രം പ്രായമുള്ള അവരുടെ 2ാമത്തെ മകൻ ജൈനവ്. കിരണിൻ്റെ മുഖഭാവം കാണുക തന്നെ അവൻ എന്താണ് ചിന്തിച്ചതെന്ന് മനസ്സിലാക്കിയിരുന്നു ദേവിക. മോള് സ്കൂളിൽ പോണ കണ്ടപ്പോൾ മോനിച്ചിരി പിന്നിലേക്ക് പോയി അല്ലേ? ആ മുഖം കണ്ടാൽ അറിയാം. അത് കേട്ട് പുഞ്ചിരിയോടെ ബെഡിലേക്കിരുന്നു കിരൺ. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു നടുക്കമാണ് ഉള്ളിൽ. നിനക്ക് എന്തു പറ്റിയെന്നറിയാതെ ഞാൻ അന്ന് എന്തോരം ടെൻഷൻ അടിച്ചു എന്നറിയോ? ഒടുക്കം ലേബർ റൂമിലേക്ക് ഇടിച്ചു കയറിയപ്പോഴാണ് ജിഷ മേഡം നിന്നെ കാണിച്ചു തന്നത്. ആ വാക്കുകൾ കേട്ട് പതിയെ അവൻ്റെ വലതുകരം കയ്യിലേക്കെടുത്ത് ഒരു മുത്തം നൽകി ദേവിക. എത്രത്തോളം നമ്മൾ ആഗ്രഹിച്ചതാ ഏട്ടാ ഒരു കുഞ്ഞിക്കാല് കാണാൻ. അതാ ഞാനന്ന് റിസ്ക് ആണെങ്കിൽ കുഞ്ഞിനെ കളയുവാൻ സമ്മതിക്കാതെ ഇരുന്നത്. ഞാനില്ലേലും ഏട്ടനും അമ്മയും നമ്മുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്ന അറിയാം എനിക്ക്. അവളുടെ മറുപടി കേട്ട് കവിളിൽ ഒരു നുള്ളു കൊടുത്തു കിരൺ. അമ്മേ, വേദനയോടെ മുഖം തിരിച്ചു ദേവിക. ഈ പ്രസവത്തിനെന്തായാലും ടെൻഷനൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മുടെ മോൻ സിമ്പിളായി ഇങ്ങ് പോന്നു. അത്രയും പറഞ്ഞുകൊണ്ട് കിരൺ കുഞ്ഞിനൊരു മുത്തം കൊടുത്തു. ശേഷം ദേവികയുടെ നറുകയിലും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.